ഡേവിഡ് ബെക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽപ്പെട്ട ഒരാളാണ് ഡേവിഡ് ബെക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകളൊക്കെ കളിച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഡേവിഡ് ബെക്കാം. എതിർ ടീമിലെ ഗോളികൾക്ക് സാധാരണ ഒരു കളിക്കാൻ പെനാൽറ്റി കിട്ടുന്നതിനേക്കാൾ പേടിയായിരുന്നു ഡേവിഡ് ബെക്കാമിന് ഫ്രീ കിക്ക് കിട്ടുമ്പോൾ. ഏത് പൊസിഷനിൽ നിന്നും ഫ്രീ കിക്കുകൾ ഗോളാക്കി മാറ്റാൻ കഴിവുള്ള ഒരാളായിരുന്നു ഡേവിഡ് ബെക്കാം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇംഗ്ലണ്ടിന്റെയും മാഞ്ചസ്റ്ററിന്റെയും റയലിലെ കളി കാണുമ്പോൾ ഡേവിഡ് ബെക്കാമിന് ഫ്രീ കിക്കുകൾ കിട്ടാനായിട്ട് കാത്തിരുന്നത്. കാരണം ഏത് പൊസിഷനിൽ നിന്നും ഫ്രീ കിക്കുകൾ ഗോളാക്കി മാറ്റാൻ കഴിവുള്ള ഒരാളായിരുന്നു ഡേവിഡ് ബെക്കാം. എങ്ങനെയാണ് ഡേവിഡ് ബെക്കാം ഇത്രയും മികച്ചൊരു ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറിയത്? ആ ഒരു കഥ നമ്മളെ പോലെ ഏതൊരാൾക്കും ഒരു പ്രചോദനമാകുന്ന കഥയാണ്. ഡേവിഡ് ബെക്കാമിന്റെ മുൻ പരിശീലകൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ പ്രാക്ടീസിന് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഡേവിഡ് ബെക്കാം ഗ്രൗണ്ടിൽ എത്തും. എന്നിട്ട് അദ്ദേഹം ഫ്രീ കിക്കുകൾ പ്രാക്ടീസ് ചെയ്യും. ഞങ്ങളൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞ് പോയാലും ഡേവിഡ് ബെക്കാം ഗ്രൗണ്ടിൽ ഉണ്ടാവും. ആ സമയത്തും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുക ഫ്രീ കിക്കുകളായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്കില്ല് അദ്ദേഹം മനസ്സിലാക്കി ആ സ്കില്ല് മെച്ചപ്പെടുത്താനായിട്ട് കുറച്ചധികം സമയം ബാക്കിയുള്ളവർ ഇടുന്നതിനേക്കാളും കുറച്ചധികം എഫേർട്ട് ബെക്കാം അദ്ദേഹത്തിന്റെ ഫ്രീ കിക്കുകൾ ഇട്ടതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രീ കിക്ക് അല്ലെങ്കിൽ ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് ഒരാളായിട്ട് ഡേവിഡ് ബെക്കാം മാറിയത്. ഈ കാര്യം തന്നെയാണ് നമ്മളും ചെയ്തത്. ഡേവിഡ് ബെക്കാമിന് ഫ്രീ കിക്കിൽ സ്കില്ലുള്ള പോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ സ്കിൽ ഉണ്ടാവും. അപ്പോൾ ഡേവിഡ് ബെക്കാം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഫ്രീ കിക്ക് സ്കില്ല് മെച്ചപ്പെടുത്താനായിട്ട് അധികം സമയം അദ്ദേഹം അതിനായിട്ട് മാറ്റിവെച്ചു. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരുടെ സ്കില്ലുണ്ട്. ആ സ്കില്ലുകൾ മെച്ചപ്പെടുത്താനായിട്ട് സാധാരണ മറ്റു കാര്യങ്ങൾക്ക് ഇടുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങളുടെ സ്കില്ല് മെച്ചപ്പെടുത്താനായിട്ട് ഡേവിഡ് ബെക്കാമിനെ പോലെ തന്നെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറാൻ സാധിക്കും. അങ്ങനെ പരിശീലിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ അതിനായിട്ട് സമയം മാറ്റി വെക്കുക. നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ കണ്ടെത്തുന്നു, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ആ സ്കില്ല് മെച്ചപ്പെടുത്താനായിട്ട് കൂടുതൽ സമയം നിങ്ങൾ പരിശീലിക്കാനായിട്ട് മാറ്റി വെക്കും. ഡേവിഡ് ബെക്കാം ചെയ്ത പോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്കില്ല് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അത് മെച്ചപ്പെടുത്താനായിട്ട് അദ്ദേഹം എക്സ്ട്രാ ടൈം മാറ്റിവെച്ച് അതിൽ അദ്ദേഹം വേൾഡ് നമ്പർ 1 ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ കണ്ടെത്തി അതിന് എക്സ്ട്രാ ടൈം മാറ്റിവെച്ച് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഏരിയയിൽ ബെസ്റ്റായി മാറാൻ പറ്റും.